എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിഫ്റ്റി ഡൗൺ ഓപ്പണിംഗ് വന്നു. അതിനുശേഷം നല്ല രീതിയിൽ ഹൈയിൽ പോയി. പിന്നെ ഏകദേശം ഒരു ഫ്ലാറ്റ് മാർക്കറ്റിലാണ് മാർക്കറ്റ് ക്ലോസ് ആയിട്ടുള്ളത്. ഇവിടെ നിഫ്റ്റിയുടെ ചാർട്ട് കാണുമ്പോൾ നമുക്കറിയാം CPR താഴെയാണ് ഓപ്പണായി. അതിനുശേഷം ഇവിടെ ശ്രദ്ധിച്ചാൽ ഈ ബ്ലാക്ക് കളർ, അതായത് ഇന്നലത്തെ ലോയുടെ അവിടെ സപ്പോർട്ട് എടുത്തു, വൺ സൈഡ് മുകളിലോട്ട് കയറിപ്പോയി. അതിനുശേഷം ഇവിടെ വേണമെങ്കിൽ നമുക്ക് 20 MA വെച്ചിട്ട് ബൈ ചെയ്യായിരുന്നു. അതുപോലെ CPR ലെവലുകൾ വെച്ചിട്ട് ഇവിടെ വേണം സെല്ലിങ് ചെയ്യായിരുന്നു. R1, R2, R3 നോർമൽ ഈ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയൊക്കെ R2 അല്ലെങ്കിൽ R3 റേഞ്ചിൽ നിന്നൊക്കെ നമുക്ക് ചാൻസ് നല്ല രീതിയിൽ തരാറുണ്ട്. അതിൽ കൂടുതൽ പോകാറില്ല. ഇത് കഴിഞ്ഞ ദിവസം ഈ സാറ്റർഡേ മൂവ്മെൻറ്റ് കുറവായിരുന്നതുകൊണ്ട് നിഫ്റ്റിയിൽ വന്നിട്ട് എല്ലാം അടുപ്പിച്ചായിരുന്നു. അപ്പോൾ ഇതിനകത്ത് നല്ല ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഓപ്ഷൻ ചെയ്യുന്നവർക്കൊക്കെ അത് ബെനിഫിറ്റായി കാണും. ബാങ്ക് നിഫ്റ്റിയും അതുപോലെ ഇച്ചിരി മൈനസിലാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്ന. ഓപ്പണിങ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. S2 ഇത് വന്നിട്ട് നേരെ പ്രീവിയസ് ഡേ ഹൈ എല്ലാം അടിച്ചു. അതിനുശേഷം തിരിച്ച് നേരെ വന്നിട്ട് നമ്മുടെ മാർക്കറ്റിൻ്റെ വോളറ്റിലിറ്റി ഒന്ന് നോക്കി, ഇതിൻ്റെ ഓപ്പണിംഗ് നോക്കി, സപ്പോർട്ട് 12 ഓപ്പൺ വന്നിട്ട് നേരെ പോയി രണ്ടാം ക്യാൻഡിൽ വന്നിട്ട് എന്ത് ചെയ്തു, പ്രീവിയസ് ഡേ ഹൈ അടിച്ചിട്ട് ഹൈയുടെ അടുത്ത് വരെ വന്നിട്ട് നേരെ തിരിച്ച് വന്ന് വീണ്ടും ആ ലോ ബ്രേക്ക് ചെയ്തു. അതിനുശേഷം വീണ്ടും പോയി ഹൈ ബ്രേക്ക് ചെയ്തു. അതിനുശേഷം വീണ്ടും വന്ന് ലോയുടെ അടുത്ത് വന്നു. ഹെവി മൂവ്മെൻ്റാണ് നമ്മുടെ മാർക്കറ്റിൽ. കഴിവതും ഈ ദിവസങ്ങളിൽ ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നത് വരെ നോർമൽ ട്രേഡേഴ്സ് എൻട്രി ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ചെയ്യുവാണെങ്കിൽ തന്നെ ചെറിയ ക്വാണ്ടിറ്റിയിൽ അധികം റിസ്ക് ഇല്ലാത്ത രീതിയിൽ ട്രേഡ് എടുക്കണം. അപ്പോൾ നമുക്ക് വേൾഡ് മാർക്കറ്റ് ഇപ്പോഴത്തെ കണ്ടീഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഡോ ജോൺസ് US മാർക്കറ്റെല്ലാം ഫ്ലാറ്റാണ്. യൂറോപ്യൻ മാർക്കറ്റ് മൈനസിൽ കാണിക്കുന്നുണ്ട്. ഒത്തിരി മൈനസ് അല്ല, 1% 1% ഒക്കെ. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പം ഫ്ലാറ്റായിട്ടാണ് കാണിക്കുന്നത്. വലിയ ഹെവി മൂവ്മെൻ്റ് എന്ന് പറയാനൊന്നുമില്ല. നമുക്കപ്പോൾ നാളത്തെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഷെയറുകൾ നോക്കാം. നമ്മൾ 16 ഷെയർ എടുത്തിട്ടുണ്ട്. ഇത് ഓൾമോസ്റ്റ് എല്ലാം ഇന്ന് നല്ല ഹെവി മൂവ്മെൻറ്റ് തന്ന ഷെയറുകളാണ്. നാളെ പക്ഷേങ്കിൽ എങ്ങനെയായിരിക്കുമെന്ന് അറിയില്ല. ഈ റോളക്സ് റിങ് ഞാൻ എടുത്തിട്ട് എൻ്റെ ഇത് മായ്ച്ച് കളഞ്ഞിരിക്കുന്നത്. ഇത് ഹെവി മൂവ്മെൻറ്റ് നാളെ വരാൻ ചാൻസ് കൂടുതലുണ്ട്. അത് എടുക്കണ്ടെന്ന് വെച്ചിട്ടാണ് എൻ്റെ ഇതെടുത്ത് കളഞ്ഞത്, റേറ്റുകൾ എടുത്ത് കളഞ്ഞത്. അത് ഹെവി മൂവ്മെൻ്റ് ആകാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ നാളെ ഈ ഷെയറിനകത്തൊക്കെ ഇപ്പോൾ BHCL ഹൈയുടെ അടുത്ത് ക്ലോസിങ് വന്നു. പക്ഷേ ഇപ്പോൾ റിസൾട്ട് വന്നിട്ടുണ്ട്. റിസൾട്ടിൻ്റെ അനുസരിച്ചുള്ള മൂവ്മെൻ്റ് ആയിരിക്കും നാളെ വരുന്നത്. റിറ്റ്സും എന്ന് പറയുന്ന ഷെയറും റിസൾട്ട് ഇന്ന് വന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള മൂവ്മെൻറ്റ് പ്ലസ്സിൽ 3% പ്ലസ്സിലാണ്. എന്നാലും നമുക്ക് ഈ ലെവലുകൾ വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ ചെറിയ രീതിയിൽ ചാൻസ് എടുക്കാം. പിന്നെ മെറ്റൽ റിലേറ്റഡുള്ള കമ്പനികളെല്ലാം നല്ല രീതിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഹിൻഡാൽകോ, ജിൻഡാൽ സ്റ്റീല്, പിന്നെ ഹിന്ദുസ്ഥാൻ സിങ്ക്, ഇതെല്ലാം നല്ല രീതിയിൽ മൂവ്മെൻറ്റ് വന്ന ഷെയർ. അപ്പോൾ ഹിന്ദുസ്ഥാൻ സിങ്കിലൊക്കെ അത് ASM ലിസ്റ്റിലുള്ളതായതുകൊണ്ട് നമുക്ക് അധികം ട്രേഡ് എടുക്കാൻ പറ്റില്ല. പക്ഷേങ്കിൽ അതിനകത്ത് നാളെ ചിലപ്പം വലിയ മൂവ്മെൻറ്റ് കിട്ടാതിരിക്കുക ഈ ഷെയർ. അത് ഹിന്ദുസ്ഥാൻ സിങ്കൊക്കെ ലെവലുകൾ വന്നിട്ട് ഇപ്പോൾ ഇതിൻ്റെ R1 കണ്ടില്ല 781, ഈ റേഞ്ചിലൊക്കെ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ചിലപ്പോൾ നല്ല രീതിയിലൊന്ന് ഇറങ്ങാൻ ചാൻസ് ഉണ്ട് ഹിന്ദുസ്ഥാൻ സിങ്ക്. അതുപോലെ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിന്ന് ലെവലുകൾ വന്നിട്ട് താഴോട്ട് വരുന്നുണ്ട്. പക്ഷേങ്കിൽ പിന്നെയും തിരിച്ച് അതിനെക്കാട്ടി സ്പീഡിൽ കയറുന്നുണ്ടായിരുന്നു ഈ ഷിപ്പിംഗ് കമ്പനികളൊക്കെ. അപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് എനിക്ക് തോന്നുന്നു നാളെ ഈ ലെവൽ വരുമോ എന്ന് തന്നെ എനിക്കറിയത്തില്ല. വന്നാൽ ഏറ്റവും നല്ലത്, അതായത് ഇന്നത്തെ ഹൈയുടെ മുകളിൽ വന്നിട്ട് ഇറങ്ങുന്നുണ്ട്. ചിലപ്പോൾ നല്ല രീതിയിൽ ഇറങ്ങി വരാൻ ചാൻസ് കൂടുതലാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ്. 2 ദിവസമായിട്ട് ഹെവി മൂവ്മെൻ്റാണ്. അതുപോലെ ഹഡ്കോ എന്ന് പറയുന്ന ഷെയർ, അത് R1 റേഞ്ചിൽ നിന്ന് കിട്ടുവാണെങ്കിൽ നല്ലതാണ്. R1 റേഞ്ചിൽ കിട്ടാതെ അഥവാ R1 റേഞ്ചിന് മുകളിൽ പോയതിന് ശേഷം തിരിച്ചിറങ്ങി തിരിച്ചിത് കട്ട് ചെയ്ത് മുകളിൽ കയറുവാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു 300 ലെവലിലോട്ട് പോകാനൊക്കെ ചാൻസ് കാണിക്കുന്നുണ്ട് ഷെയർ. പക്ഷേങ്കിൽ നമുക്ക് സെല്ലിങ് ചാൻസ് കിട്ടുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാൻ കുഴപ്പമില്ല. ഈ IIFL സെക്യൂരിറ്റീസ് എന്ന് പറയുന്ന ഷെയർ ഒരു പ്രാവശ്യം എനിക്ക് 200 മുകളിൽ പോയിട്ട് കിട്ടുവാണെങ്കിൽ നമുക്ക് നല്ലൊരു ചാൻസ് തരാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ ആ റേഞ്ച് വരുമോ എന്ന് എനിക്ക് ഡൗട്ടാണ്. നോക്കാം എന്തായാലും. ഒന്നുകിൽ ഹൈയും R1 അടിച്ചിട്ട് ഈ 2 ലെവലിൻ്റെ താഴെ വരുവാണെങ്കിൽ നമുക്ക് നല്ലൊരു ചാൻസ് കിട്ടും. അതുപോലെ സുദർശൻ കെമിക്കൽ ശ്രദ്ധിക്കുക, അതും റിസൾട്ട് മൂവ്മെൻ്റ് ആണെന്ന് തോന്നുന്നു.
അത് ക്ലോസിങ് 835. ഈ ഷെയർ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നാളെ ഓപ്പണിങ്ങിൽ ചിലപ്പോൾ ഈ ആവറേജ് ട്രേഡ് പ്രൈസ് 862 മുകളിൽ വന്നിട്ട് 862 താഴെ ഇറങ്ങുമ്പോൾ ഈ ഷെയർ ഒരു 10-20 രൂപയൊക്കെ ഇറങ്ങിത്തരും. അതിനുശേഷം തിരിച്ച് ഈ ഷെയർ പതുക്കെ കയറി വീണ്ടും ഈ ആവറേജിന് മുകളിൽ പോവുകയാണെങ്കിൽ ആ സമയത്ത് 20 MA നോക്കിയിട്ട് ആ ഷെയറിനകത്ത് വേണമെങ്കിൽ ബൈ ചാൻസ് എടുക്കാൻ പറ്റും. 20 MA നമ്മൾ പറയുന്ന രീതിയിൽ വരുവാണെങ്കിൽ ഒരു പ്രാവശ്യം ബൈ ചാൻസ് എടുത്ത് നോക്കാം ബൈ ചെയ്യുന്നവർക്ക്. ഞാൻ നോർമൽ 862 മുകളിൽ വന്നിട്ട് തിരിച്ചിറങ്ങുന്ന സമയത്ത് ചാൻസ് എടുക്കും, സെല്ലിങ് ചാൻസ് ആയിരിക്കും എടുക്കുന്നത്. പക്ഷേ അതിന് ശേഷം തിരിച്ച് കയറി ഈ ആവറേജിന് മുകളിൽ പോയാൽ 20 MAയുടെ ഇത് വെച്ച് നമുക്ക് ബൈങ് കാണിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഹെവി മൂവ്മെൻറ്റ് അപ്പിലോട്ട് പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അതുപോലെ ഇന്ത്യൻ ബാങ്ക് ഒരു പ്രാവശ്യം 600 മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ BEL ഇന്ന് റിസൾട്ടിൻ്റെ ഒരു മൂവ്മെൻറ്റാണ് ഇന്ന് തന്നിട്ടുള്ളത്. എന്തായാലും നോക്കുക, നാളെ ഈ ലെവലുകൾ ശ്രദ്ധിക്കുക. ഒന്നിൽ R1 പ്രീവിയസ് ഡേ ഹൈ അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് ആയിരിക്കും. അതിനുശേഷം തിരിച്ച് ഹെവി വോളത്തിൽ കയറുവാണെങ്കിൽ ഇതിനകത്തും ഹെവി മൂവ്മെൻറ്റ് വരാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ കഴിവ് ഒഴിഞ്ഞു നിൽക്കുക ഷോർട്ട് ചെയ്യുന്നവരെ. ജിന്ദാൽ സ്റ്റീല് 1100 മുകളിൽ പോയിട്ട് ഈ 1091 കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഹിന്ദാൽക്കോ അതുപോലെ 700 മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. ഇപ്പോൾ കാരണം എന്ന് പറയുന്ന ഷെയർ ഓപ്പണിങ്ങിൽ ഈ ഹൈ R1 പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് താഴോട്ട് കിട്ടാൻ സാധ്യത കൂടുതലാണ്. RVNൽ നോക്കി ചെയ്യുക. മൂവ്മെൻറ്റ് ഇപ്പോൾ നല്ല ഹെവി മൂവ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുന്ന സമയം, അപ്പോൾ നാളെ ചിലപ്പോൾ ഹെവി മൂവ്മെൻറ്റ് ആണെങ്കിൽ നമ്മൾ കഴിവ് ഒഴിഞ്ഞിരിക്കുക. അതല്ല ലെവലുകൾ വന്നിട്ട് നമുക്ക് കൺഫേം ട്രെൻഡ് പോലെ കിട്ടുന്നുണ്ടെങ്കിൽ എൻട്രി എടുക്കുക. എന്തായാലും R1 വന്ന് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് എൻട്രിയാണ്, നമ്മൾ സെല്ലിങ് എൻട്രിയാണ്. അത് വേറെ നമുക്ക് വേറെ ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ചാൻസുകൾ കിട്ടുമ്പോൾ എൻട്രി ചെയ്യുക. പക്ഷേ എങ്കിൽ ഇപ്പോഴത്തെ ഒറ്റ കാര്യം, ഇന്ത്യ വോളറ്റിലിറ്റി ഇൻഡെക്സ് 22 ആണ്. ഹെവി മൂവ്മെൻ്റ് ആയിരിക്കും മാർക്കറ്റ്. ബൈങ്ങിലും സെല്ലിങ്ങിലും നമുക്ക് പണി കിട്ടും സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് നമ്മൾ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. നിഫ്റ്റി ഫ്ലാറ്റാണ്. ബാങ്ക് നിഫ്റ്റി ഏകദേശം 0.5% അടുത്ത് മൈനസിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നാളെ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഈ രണ്ടിൻ്റെ ഹൈ അടിച്ചിട്ട് ചിലപ്പോൾ ഹൈ അടിക്കുവാണെങ്കിൽ തിരിച്ചിറങ്ങാൻ ചാൻസ് കൂടുതല രണ്ട് ഇതിലും. എന്തായാലും നോക്കി തന്നെ ചെയ്യണം. ഈ ഒരു ഇലക്ഷൻ റിസൾട്ട് വരെ നമ്മൾ കഴിവതും ഹെവി ട്രേഡ് എടുക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്ത ഷെയർസിനകത്ത് നമ്മളെടുത്ത ഷെയറുകൾ 12 ഷെയർ എടുത്തു. അതിൽ 5 ഷെയർ നല്ല രീതിയിൽ ചാൻസ് തന്നു. വേറെ 2-3 എണ്ണം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ചാൻസ് തന്നു. പക്ഷേ തിരിച്ച് കയറുന്നുണ്ട്. ഇപ്പോൾ BDL എന്ന് പറയുന്ന ഷെയർ ഓപ്പണിങ് ഹെവി മൂവ്മെൻ്റ് ആയിരുന്നു. പക്ഷേ ലെവൽ വന്നതിന് ശേഷം താഴെ ഇറങ്ങിപ്പോയി. ഒറ്റ ക്യാൻഡിൽ തന്നെ R2, R3, R4 വരെ വന്നു. പക്ഷേ അല്ല, R4 മുകളിൽ പോയി ഇവിടം വരെ വന്നു. എന്നിട്ട് നമുക്ക് ഈ റേഞ്ച് കട്ട് ചെയ്യുന്ന സമയത്ത് എൻട്രി എടുത്താൽ 2657 എൻട്രി എടുത്താൽ നോക്കി 2 മണിക്കൂറിനുള്ളിൽ തന്നെ 100 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അതിനുശേഷം ലാസ്റ്റ് വീണ്ടും താഴോട്ട് തന്നെയാണ് 140 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് വൺ സൈഡ് താഴുന്നുണ്ട് ആ ഷെയർ. അതിനുശേഷം നമുക്ക് JWL വലിയ ഹെവി മൂവ്മെൻ്റ് ഒന്നുമില്ല. പക്ഷേ ഒരു വൺ സൈഡ് മൂവ്മെൻറ്റ് താഴോട്ട് തന്നിട്ടുണ്ട്. ഓപ്പണിങ്ങിൽ ഫ്ലാറ്റായിട്ട് ഓപ്പണായി നേരെ പോയി R1 അടിച്ചു, പ്രീവിയസ് ഡേ ഹൈ അടിച്ചു. അതിന് ശേഷം ഇറങ്ങി 536 റേഞ്ച് വരെ എൻട്രി എടുത്താൽ നമുക്ക് 542 മുകളിലോട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ ഈ 534 ഇവിടുന്ന് 521 13 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ MOIL ഓപ്പണിങ്ങിൽ CPRൻ്റെ ഉള്ളിൽ വന്ന് ജസ്റ്റ് കുറേ കഴിഞ്ഞ് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ അടിച്ചു ഇറങ്ങി 550 റേഞ്ച് വരെ എൻട്രി എടുത്താൽ നമുക്ക് 526, അതായത് 24 രൂപ പ്രോഫിറ്റ് തരുന്നുണ്ട്. അതുപോലെ DYCL എന്ന് പറയുന്ന ഷെയർ DYCL ഓപ്പണിങ്ങിൽ ഈ ഒരു ക്യാൻഡിൽ ശ്രദ്ധിച്ചാൽ ഒറ്റയടിക്ക്
R1 പോയി. പക്ഷേ ഇത് നമുക്ക് കൂടുതൽ ആൾക്കാർക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. ഒരു ഫ്ലാഷ് അടിക്കുന്ന പോലെ കയറി പോകുന്നത് കണ്ടു കഴിഞ്ഞെടുത്താൽ കിട്ടും. പക്ഷേ എങ്കിൽ പെട്ടെന്ന് തന്നെ ഇറങ്ങും. അത് ഈ റേഞ്ച് 581 കിട്ടിയ 557 വരെ 10-20 രൂപയ്ക്ക് മുകളിൽ കിട്ടുന്നുണ്ട്. അതുപോലെ ഇന്ത്യൻ ഹ്യൂം എന്ന് പറയുന്ന ഷെയർ, ഇന്ത്യൻ ഹ്യൂം ഓപ്പണിങ്ങിൽ ഡൗൺ ആയിരുന്നതിന് ശേഷം ഒറ്റ ക്യാൻഡിൽ തന്നെ പ്രീവിയസ് ഡേ ഹൈയോ R1 അടിച്ചിട്ട് ഇവിടെ ഇറങ്ങുമ്പോൾ 343 എടുത്താൽ നമുക്ക് 338 5 രൂപ പ്രോഫിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ തിരിച്ച് വീണ്ടും പോയി ഹൈ അടിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട അടുത്ത ലെവൽ വരുന്നു നോക്കുക. വന്നില്ല, തിരിച്ച് വീണ്ടും ഇറങ്ങാം. നമ്മളിപ്പോൾ ഇവിടെ എടുക്കും എൻട്രി. 350 വീണ്ടും ഒരു എൻട്രി എടുത്താൽ നമ്മൾ 347 മുകളിലോട്ട് സ്റ്റോപ്പ് ലോസ് ഇടുക. 330 13 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അത് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനിയുള്ള കുറച്ച് ദിവസം ട്രേഡ് കുറയ്ക്കുക. നോർമൽ ചെയ്യുന്ന രീതിയിൽ ചെയ്യാതെ ട്രേഡ് കുറച്ച് ക്വാണ്ടിറ്റിയിൽ ട്രേഡ് എടുക്കുക. ചാൻസുകൾ വരുമ്പോൾ മാത്രം എൻട്രി എടുക്കുക. അപ്പോൾ എല്ലാവർക്കും നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.